നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹൂദരുടെ അജ്ഞത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു, ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു. ആകയാൽ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങളെന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു, ഞാൻ സ്വയമായിട്ട് വന്നതല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ട്, അവൻ എന്നെ അയച്ചതുകൊണ്ട് ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ യഹൂദന്മാരുടെ ഒരു അജ്ഞത എഴുതപ്പെട്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ അജ്ഞത എന്നുള്ളത് മശീഹയെക്കുറിച്ചാണ്. മശീഹ വരുമ്പോൾ മശീഹ എവിടെ നിന്ന് വരുന്നു എന്ന് നാം അറിയുകയില്ല എന്നാണ് അവർ പൊതുവെ പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ ജനനസ്ഥലം ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ചോദിച്ചാൽ അറിയാം. വസ്ത്രധാരണം കൊണ്ടും പിന്നെ ശരീരത്തിൻ്റെ നിറമോ അല്ലെങ്കിൽ പ്രത്യേകതയോ കൊണ്ട് എവിടുത്തുകാരനാണെന്നറിയാം, സംസാരം കൊണ്ട് ഏത് ഭാഷക്കാരനാണെന്നറിയാം, പ്രായമൊക്കെ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ മശീഹ വരുമ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരുമെന്ന് യഹൂദന്മാർക്കറിയാം, പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു ചോരക്കുഞ്ഞായി ഒരു സ്ഥലത്ത് പിറന്നു വീഴുകയും വളർത്തപ്പെടുകയും അല്ലെങ്കിൽ വളരുകയും സാധാരണ ഭക്ഷണം കഴിക്കുകയും സാധാരണ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കുമെന്നൊരു ധാരണയല്ല അവർക്കുള്ളത്. അതിൻ്റെ കാരണം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രവചനമുണ്ട്. മശീഹയെക്കുറിച്ചാണ്. അവിടെ എഴുതിയിട്ടുള്ളത്, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ ആകാശമേഘങ്ങളുടെ വരുന്നത് ഞാൻ കണ്ടു എന്നാണ്. ഇത് മശീഹയുടെ ഭൂമിയിലേക്കുള്ള മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള ആ വരവിൻ്റെ കാര്യമായിട്ടാണ് യഹൂദന്മാർ വ്യാഖ്യാനിക്കുന്നത്. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലോ 9-ാം അധ്യായത്തിലോ അതുണ്ട്. അപ്പോൾ മശീഹ വരുന്നത് ആകാശത്തിലൂടെയാണ് എന്നാണ്. അതുപോലെ മലാഖിയുടെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. അപ്പോൾ മശീഹ വരുന്നത്, അതായത് മശീഹ മനുഷ്യനെ രക്ഷിക്കാൻ വരുന്നത് ദൈവമന്ദിരത്തിലേക്ക്, യെരൂശലേം ദേവാലയത്തിലേക്കായിരിക്കും എന്നാണ് അവർ രണ്ടാമത് വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് മശീഹ ദൈവരാജ്യം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ന്യായവിധി നടത്താൻ ന്യായാധിപനായിട്ട് വരുന്ന കാര്യമാണ്. അതിനു മുൻപ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഒരു ചോരക്കുഞ്ഞായിട്ട് ബേത്ലഹേമിൽ ജനിക്കുമെന്നുണ്ട്. മീഖ പ്രവചനം 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനത്തെ മേയ്പ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നാണ് ബേത്ലഹേം എന്ന സ്ഥലത്ത്. അതുപോലെ അതൊരു കന്യകയിൽ നിന്നായിരിക്കുമെന്ന് യെശയ്യാപ്രവചനം 14 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന ആളുകൾ പറയും. അതുപോലുള്ള അത്ഭുതങ്ങൾ ചെയ്യുമെന്നാണ്. കന്യക ഗർഭിണിയായിട്ട് പുരുഷബന്ധം ഇല്ലാതെ ജനിക്കുമെന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനോട് പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കുമെന്നാണ്. അതായത് പുരുഷബന്ധമില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞാണ് സർപ്പമാകുന്ന പിശാചിനെ തോൽപ്പിക്കുന്നത് എന്നാണ് ദൈവം ആദ്യം നൽകുന്ന പ്രവചനം. അതുപോലെ യേശു വളരുന്നത് ഗലീലയിലായിരിക്കും എന്ന് യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിലുണ്ട്. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ നിഴലിലും ദേശത്തിൽ ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അത് യേശു ഗലീല പ്രദേശങ്ങളിൽ വന്ന് പ്രവർത്തിക്കും എന്ന് കാണിക്കുന്നതാണ്. പിന്നെ യേശുവിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ച്, അത്ഭുതങ്ങളെക്കുറിച്ച്, രോഗസൗഖ്യങ്ങളെക്കുറിച്ച് ഒക്കെ ധാരാളം പ്രവചനങ്ങൾ
പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിവർത്തിച്ചുകൊണ്ടാണ് യേശു കൃത്യ വിധത്തിൽ, കൃത്യ സ്ഥലത്ത്, കൃത്യസമയത്ത് ജനിച്ചത്, വളർന്നത്, പിന്നെ പ്രസംഗിച്ചത്, അത്ഭുതങ്ങളൊക്കെ ചെയ്തത് എന്ന് തിരുവെഴുത്ത് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ യഹൂദന്മാരായ ആളുകൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഒന്നാമതായിട്ട് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് അവർ യേശു ക്രിസ്തുവിനെ കുരിശിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ കുരിശിക്കുകയില്ലായിരുന്നു എന്ന്. യോഹന്നാൻ സുവിശേഷം 1:11 അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഒന്നാമത്തെ വരവിൽ തിരസ്കരിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം, ഉപദ്രവിക്കപ്പെടണം എന്ന് പഴയ നിയമത്തിലുണ്ടായിരുന്നു. അതാണ് നിവൃത്തിയാകാൻ ഇടയായത്. പക്ഷേ യേശു ഇവിടെ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് മശിഹ എവിടെ നിന്നാണെന്ന് നമുക്കറിഞ്ഞുകൂടാ, പക്ഷേ എന്നാൽ ഇവൻ എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. മശിഹ വരുമ്പോൾ എവിടെ നിന്ന് വരുന്നു നമുക്ക് ഏതെങ്കിലും ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിലൊന്നും അല്ല, ആകാശത്തിലൂടെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവൻ എവിടെ നിന്നാണെന്ന് നമുക്കറിയാമല്ലോ. അവൻ യോസേപ്പിൻ്റെ മകൻ, അല്ലെങ്കിൽ മറിയയുടെ മകൻ, അവൻ തച്ചൻ്റെ മകൻ, അവൻ നസറത്തുകാരൻ, ഇതാണ് അവർക്കറിയാവുന്നത്. പക്ഷേ യേശു താഴെ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഗലീലക്കാരനോ നസറത്തിൽ ഉത്ഭവം ഉണ്ടായവനോ അല്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. നിങ്ങളെന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്ന് എന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ട്, അവൻ എന്നെ അയച്ചതുകൊണ്ട് ഞാൻ അവനെ അറിയുന്നുവെന്ന് വിളിച്ചു പറയുന്നു. യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ ധാരണ തെറ്റാണ്. നിങ്ങളുടെ ധാരണ നസറത്തിലാണ് എൻ്റെ ആരംഭമെന്നാണ്. അല്ല, ഞാൻ സ്വർഗത്തിൽ നിന്നവനാണ്. പിതാവായ യഹോവയായ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ആ പിതാവാണ് എന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം എന്നാണ് യേശു അവരോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരുടെ വ്യാഖ്യാനങ്ങൾ, ബൈബിളിനെ കുറിച്ചുള്ള അവരുടെ സ്വന്തമായ വ്യാഖ്യാനങ്ങളാണ് അവരെ ചതിച്ചത്. നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കൊക്കെ അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യനായവൻ യേശുവാണ് നമുക്ക് വേണ്ടി നരകമേറ്റ് ഉയർത്തെഴുന്നേറ്റ് നമ്മെ രക്ഷിക്കാൻ ജീവിക്കുന്നത്. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോ എല്ലാ നാൾ നിങ്ങളോട് കൂടിയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ യേശുവിനെ കഴിയും. ചില സ്ത്രീകളോടും ചില പുരുഷന്മാരോടും ഒക്കെ അവരുടെ കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം. അവരുടെ ഫോട്ടോയുടെ മുൻപാകെ ആരോ വരച്ച ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ആരോ കുഴച്ചുണ്ടാക്കിയ ഒരു ബിംബമാണ്. അതിന് മുമ്പിൽ പോയി കരയുന്ന, അവിടെ വഴിപാട് കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരച്ചിൽ കാണാനോ കേൾക്കാനോ അവർക്ക് സാധിക്കുകയില്ല. അവരിവിടെ ഇല്ല. എന്നാൽ യേശു ഇവിടെ ഉണ്ട്. വളരെ വ്യക്തമായിട്ട് യേശു പറഞ്ഞിരിക്കുന്നു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാൻ തന്നെ. പൗലോസ്ലീഹ പറഞ്ഞു, ഏക മധ്യസ്ഥൻ യേശു. പത്രോസ്ലീഹ പറഞ്ഞു, വേറൊരു നാമവും രക്ഷയ്ക്കായിട്ടില്ല. ആ യേശു പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം എവിടെയും ഉണ്ട്. യേശുവിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനോട് നന്ദി പറഞ്ഞ് യേശുവിൻ്റെ ശിഷ്യരാകുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.